ശ്രീമതി മാധു, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ചെങ്കൊടി പിടിച്ച ഒരു മനുഷ്യൻ ചെമ്പട്ട് പുതപ്പിച്ചത് ആരാണ്? CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ ഉന്നതയായ നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ദിവ്യയുടെ വെറുത്ത വാക്കുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ആത്മഹത്യക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിന്ന് രക്തക്കറ വന്നിരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ഇൻക്വസ്റ്റിനകത്ത് പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ അതിന് പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ഈ വാർത്ത വന്നതിന് ശേഷം ഏകദേശം മിനിറ്റുകൾക്കകം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. അവിടെ പോലീസ് കാണിച്ച പ്രത്യേക തരത്തിലുള്ള വ്യഗ്രതയും പ്രത്യേക തരത്തിലുള്ള പോലീസിൻ്റെതായ രൂപത്തിലുള്ള നിലപാടുകളും വലിയ രൂപത്തിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നേരിട്ട് പോയ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണുമ്പോൾ വളരെ കൃത്യമായി പോലീസ് ഇത് ആരും കാണാതെ ആരും അറിയാതെ ഇത് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു ആത്മഹത്യ കുറിപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ, മാത്രം കുടുംബവും വിശ്വസിക്കുന്നു. പക്ഷേ ആത്മഹത്യാ കുറിപ്പ് അവിടെ നിന്ന് പോലീസ് എടുത്തു മാറ്റിയതാണോ എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും അതോടൊപ്പം നിങ്ങളിവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടത്തുന്ന സംബന്ധിച്ചോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സംബന്ധിച്ചോ ബന്ധുക്കളിൽ നിന്ന് കൃത്യമായ അവർ സമ്മതം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബന്ധുക്കളുടെ കൺസെൻറ്റോടുകൂടിയല്ല ഈ തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. അതാണ് അവർക്ക് ആശങ്ക. ആ ആശങ്കയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും നീതി ലഭിക്കില്ല, യഥാർത്ഥത്തിൽ ഇത് നടന്ന കാര്യം എന്താണ് എന്ന് അറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറ്റൊരു ഏജൻസിയിലേക്ക് പോകുന്നത്. അവരൊക്കെ തന്നെ ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഈ സർക്കാരിലും പോലീസിലും അവർക്ക് വിശ്വാസമില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്, അവരുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ മറ്റൊരു ഏജൻസിയിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ദുരൂഹമാണ്. അദ്ദേഹത്തെ അന്ന് രാത്രി ഈ പറയുന്ന മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് ഡ്രൈവർ ഇറക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെ ക്വാർട്ടേഴ്സിൽ എത്തിയിരിക്കുന്നു, അത് എങ്ങനെയാണ് പോയത്, അദ്ദേഹം ഈ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ എവിടുന്ന് വാങ്ങി എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പുറത്തുവിട്ടില്ലല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ AI ക്യാമറ ഉൾപ്പെടെ എല്ലാ തരത്തിലും ക്യാമറയുണ്ട്. എന്തേ പോലീസിൻ്റെ ക്യാമറയിൽ അദ്ദേഹത്തിൻ്റെ യാത്രയും അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ലേ? അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ? എത്ര വേഗം നമുക്കറിയാം, വളപട്ടണത്ത് ഒരു ക്രൈം ഒരു കവർച്ച നടന്നപ്പോൾ എത്ര വേഗം കൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരികിൽ നിന്ന് അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരാതെ എന്താണ്? അതാണ് വസ്തുത. അതോടൊപ്പം ശ്രീമതി മാധു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് ഇവർ പറയുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോഴും CPM-ന്റെ നിയന്ത്രണത്തിലാണ്. CPM-ന്റെ ക്രിമിനലുകളാണ് അതിനകത്ത് ഭൂരിഭാഗം ആളുകളും, അവിടെ ജോലി ചെയ്യുന്ന ആളുകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള, സർക്കാരിൻ്റെ പേരുപയോഗിച്ച് പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അവിടെ ദിവ്യയുടെ ഭർത്താവും ഈ പറയുന്ന പ്രശാന്തനും, ഈ ഗൂഢാലോചനയിൽ പ്രതിയായി നിൽക്കുന്ന പ്രശാന്തനും അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് സംശയത്തിന് ബലം നൽകുന്നത്. അതുകൊണ്ടാണ് അവിടെ പോസ്റ്റ്മോർട്ടം മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എല്ലാവരും ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് അത് അവർ കുടുംബം പറഞ്ഞു അവിടെ വേണ്ട, എന്തേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ല? അതിന് സാഹചര്യം അവർ അവിടെ നിന്ന് പത്തനംതിട്ട വരും, അവർക്ക് അവരുടെ മരണപ്പെട്ട ആളുകൾ എന്തു സംഭവിച്ചു എന്ന് കാണാൻ അവരുമായി ബന്ധപ്പെട്ട ബ്ലഡ് റിലേഷനിൽ ഒരാൾക്ക് അതിന് അവകാശമില്ലേ? അവിടെ കലക്ടർ എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ അതിങ്ങനെ പറഞ്ഞ പോലെ കലക്ടർ ഇതിനകത്ത് വളരെ കൃത്യമായ റോളുണ്ട്. കലക്ടറുടെ വ്യഗ്രതയാണ്, കലക്ടറുടെ താല്പര്യമാണ് ഇതെങ്ങനെയെങ്കിലും തീർക്കണം. കലക്ടറും അതോടൊപ്പം തന്നെ CPM-ഉം ഇതിന്റെ പേരിൽ ഇപ്പൊ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കലക്ടർ കളക്ടർ അന്ന് ഈ പറയുന്ന മൃതദേഹ പരിശോധനയുമായി ബന്ധപ്പെട്ട പരാതിയുമായി ഈ മനുഷ്യനെ ആക്ഷേപിക്കുമ്പോൾ ഈ ദിവ്യ എന്ന് പറയുന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കാതെ യോഗത്തിൽ കയറിപ്പോയി തന്റെ സഹപ്രവർത്തനെ അപമാനിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ഇളിച്ചുകൊണ്ടിരിക്കുന്ന കലക്ടർ, ചിരിക്കുന്ന കലക്ടർ, അയാളുടെ മുഖഭാവം കണ്ടിട്ടില്ലേ? അയാളുടെ സമ്മതത്തോടു കൂടി പറയുന്ന പോലെയല്ലേ എവിടെ കണ്ടത്? കലക്ടർ തടഞ്ഞോ? കലക്ടർ പ്രതികരിച്ചോ? ഇല്ലല്ലോ.